ഹലോ എവ്രിവൺ, മുഫീദ, യുവർ മൈൻഡ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ച്. അപ്പൊ നമ്മുടെ മാജിക്കൽ പ്രാക്ടീസിന്റെ 6th ഡേ ആണ് ഇന്ന്. അപ്പൊ എല്ലാവരും ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5 പ്രാക്ടീസ് ചെയ്തു എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ചെയ്ത ആളുകളുടെ റിസൾട്ടും അവർ എക്സ്പീരിയൻസ് ചെയ്തതും ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ നിങ്ങൾ ഇത് 28 ഡേയ്സ് കണ്ടിന്യൂ ചെയ്യുക. ഇത് നമ്മളെ ലൈഫിൽ ഒരു ഹാബിറ്റ് ആക്കി മാറ്റി കൊണ്ടുവരുത്താനാണ്. അതായത് ഡേ 1ഉം ഡേ 2ഉം നമ്മൾ എന്നും ഡയലി ചെയ്യേണ്ടതാണ്. പിന്നെ ഓരോ ഡേയ്സത്തെ പ്രാക്ടീസും ഓരോ ദിവസങ്ങളിൽ മാത്രം ചെയ്താൽ മതി എന്നുള്ളതാണ്. അതില് ഇന്നത്തെ നമ്മളെ ടാസ്ക്, നമ്മളെ പ്രാക്ടീസ് എന്ന് പറയുന്നത് വർക്ക്സ് ലൈക്ക് മാജിക് എന്നുള്ളതാണ്. നമ്മൾ ഡേ 5 നമ്മൾ പറഞ്ഞ മാജിക് നമ്മളെ വെൽത്തിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. ഒരുപാട് പേർക്ക് അവിടെയാണ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, നമ്മൾ എന്ത് ആവശ്യത്തിനും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പണം അത്യാവശ്യമാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ആഗ്രഹിച്ച ലൈഫില്, നമ്മൾ ഡ്രീം ലൈഫിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പണം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പണം ഉപയോഗിച്ചുകൊണ്ട് കടക്കണിയിലായിക്കൊണ്ടും, പണം ഉപയോഗിച്ച് അത് ഉപയോഗിക്കാൻ മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിക്കൊണ്ട് കടക്കണിയിലായി പോയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മൾ കണക്ട് ചെയ്തിട്ട് അവരുടെ ഇഷ്യൂസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അത്തരത്തിലുള്ള സംഭവിക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുള്ള തലത്തിൽ അൺഗ്രേറ്റ്ഫുൾ ആവും. അവര് തന്നെ പറഞ്ഞു ഉള്ള കാര്യങ്ങൾക്ക് അൺഗ്രേറ്റ്ഫുൾ അല്ലാത്തത് കൊണ്ടാണ് ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചു പോയിട്ടുള്ളത്. കാരണം അവരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഇത്തരത്തിലുള്ള ഒരു പ്രാക്ടീസ് കിട്ടുമ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾക്ക് ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഉള്ള ധനത്തിന് നന്ദി പറഞ്ഞാലാണ് വീണ്ടും വീണ്ടും മണിയുടെ കേസിൽ നമുക്ക് അബൻഡൻസ് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ നമ്മളെ പ്രാക്ടീസ് എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു നമ്മളെ കയ്യിലേക്ക് പണം വരണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ജോലി വഴിയോ അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ഉണ്ട്, അത് വഴിയാണ് നമുക്ക് പണം കിട്ടുന്നത്. എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസിന്റെ പുറത്തായിരിക്കും നമുക്ക് കയ്യിൽ പണം വരുന്നത്. അപ്പോൾ ആ വർക്ക്സിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന വർക്ക്, അപ്പൊ ചില ആളുകൾ പറയും എനിക്ക് വർക്കൊന്നും ഇല്ലല്ലോ, ഞാൻ വീട്ടിൽ ജോലി ചെയ്യാം, ഹൗസ് വൈഫ് ആണെന്നുള്ളത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന വർക്കിന് ഏതാണെങ്കിലും അതിൽ ഗ്രേറ്റ്ഫുൾ ആയി ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്ടിവിറ്റി നമുക്ക് കിട്ടും. ഇപ്പം നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, നമ്മളെ കൂടെയുള്ള സ്റ്റാഫ്സ്, അതുപോലെ നമ്മളെ കൂടെ ക്ലീൻ ചെയ്യുന്ന വർക്കേഴ്സ്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് കൊളീഗ്സ് ആയിട്ടും ഒരുപാട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവരോടൊക്കെ ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ്. വർക്കുമായി റിലേറ്റ് ചെയ്ത എന്ത് കാര്യത്തിനോടും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ് ഇന്നത്തെ കാര്യം. കാരണം നമ്മളെ കയ്യിലേക്ക് പണം വരണം എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുന്ന സർവീസ് ആയിക്കോട്ടെ, നമ്മളെ ജോലി ആയിക്കോട്ടെ, അതിൽ ഗ്രേറ്റ്ഫുൾ ആയാൽ മാത്രമേ നമ്മളിലേക്ക് ആ ഒരു മണി എന്ന സ്രോതസ് കടന്നു വരികയുള്ളൂ. അപ്പോ ഉള്ള ജോലിയിൽ, അതായത് ചില ആളുകൾക്ക് ഇതിലിപ്പോ ജോലി നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവാം. അതുപോലെ ഇപ്പൊ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവാം. അതുപോലെ നമ്മൾ പറയും ജോലിയിൽ ഇപ്പോ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ടാർഗറ്റ് ഒക്കെ നേടിയെടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഉള്ള ജോലിയിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരുന്നാൽ മാത്രമേ ജോലിയിൽ നമ്മൾക്ക് ഹയർ പൊസിഷൻ കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഉള്ള പൊസിഷന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഈ ജോലി ചെയ്യാൻ എനിക്ക് കഷ്ടപ്പാടാണ് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനേക്കാൾ നില കുറഞ്ഞിട്ടുള്ള ജോലിയിലേക്കായിരിക്കും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഉള്ള ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജോലിയുമായി സംബന്ധിച്ച ഏതൊരു കാര്യത്തിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾക്ക് ഏതൊരാളാണെങ്കിലും ഇപ്പോ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക്, ഇപ്പോ ഹൗസ് വൈഫ് ആയിക്കോട്ടെ, വീട്ടിലിരിക്കുന്ന സ്ത്രീകള് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഏതൊരു വ്യക്തികളായിക്കോട്ടെ, ജോലി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും അവർക്ക് എവിടുന്നാണ് പണം വരുന്നത്? അവര് ഫാദർ വഴിയോ അല്ലെങ്കിൽ ഹസ്ബൻഡ് വഴിയോ അല്ലെങ്കിൽ മക്കൾ വഴിയോ ഒക്കെ പണം വരുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ജോലി, അത് മക്കളുടെ ജോലിയിലായിക്കോട്ടെ, ഹസ്ബൻഡ് ജോലിയിലായിക്കോട്ടെ, അവരുടെ ജോലിയിൽ ഗ്രേറ്റ്ഫുൾ ആവാനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ളതാണ്. നമ്മളെ വർക്കിന് വേണ്ടിയിട്ട്, നമ്മൾക്ക് ധനം വരുന്ന ഏതൊരു പാതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ളതാണ്. അത് എഴുതാം, നമുക്ക് ഫീൽ ചെയ്ത് അതിന് ഗ്രേറ്റ്ഫുൾ ആവാം എന്ന രീതിയിൽ അത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾക്ക് ഉള്ള വർക്കില്
ഇന്നത്തെ സമ്പന്നരൊക്കെ ശരിക്കും സെൽഫ് മെയ്ഡഡ് ആണ്. അതായത് അവർക്ക് അവർ വളർന്നു വന്നിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാതെ, അതുപോലെ നമ്മളെ കുട്ടിക്കാലത്തിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വളർന്നിട്ടുള്ള ആളുകളാണ് ഇന്ന് നമ്മൾ സമ്പന്നര് എന്നൊക്കെ അറിയപ്പെടുന്നത്. അവർ സെൽഫ് മെയ്ഡഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ സീക്രട്ട് എന്ന് പറയുന്നത് അവർ ഉള്ളതിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉള്ളതിൽ ഗ്രേറ്റ്ഫുൾ ആകുമ്പോഴാണ് നമുക്ക് അബണ്ടൻസ് ഉണ്ടാവുള്ളൂ. അതുപോലെ നിങ്ങൾ സക്സസ് ആഗ്രഹിക്കുന്നുണ്ടോ ലൈഫിൽ, നിങ്ങളെ ബിസിനസ്സിൽ ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ടോ, സക്സസ്സിൽ, അതായത് ഏതൊരു കാര്യത്തിലും നിങ്ങൾ വിജയം ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ റെലമെന്റിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് സീക്രട്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഷാറൂഖ് ഖാൻ ആയിക്കോട്ടെ, സച്ചിൻ തെണ്ടുൽക്കർ ആയിക്കോട്ടെ, പിന്നെ മോഹൻലാല്, മമ്മൂട്ടി, ഇവരുടെയൊക്കെ എലമെന്റിൽ അവരുടെ ഇന്റർവ്യൂ ഒക്കെ കണ്ടാൽ നമുക്കറിയാം അവര് ഏറ്റവും ലൈഫില് ഉപയോഗിച്ചിരുന്ന ഒരു ടൂള് എന്ന് പറയുന്നത് അവര് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. അവരിപ്പോ ഷാറൂഖ് ഖാന്റെ ഒരു ഇന്റർവ്യൂലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവരുടെ എത്ര ഉയർച്ച ഉണ്ടായി കഴിഞ്ഞാലും അവരെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇത് എന്റെ കഴിവ് കൊണ്ട് നേടിയെടുത്തൊന്നും അല്ല. അങ്ങനെ ആ ഒരു തലത്തിലാണ് അവരെപ്പോഴും സംസാരിക്കാറുള്ളത്. ഇത് ഞാനായതുകൊണ്ടൊന്നും അല്ല, എന്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ചത് കൊണ്ടൊന്നും അല്ല ഇത്തരത്തിലൊരു ഫെയിമിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് അവരെപ്പോഴും സംസാരിക്കാറുണ്ട്. അവർ ഉള്ളതിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഉള്ളത്, ഇപ്പൊ നമുക്കൊരു ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഉള്ള ഇപ്പോ പണത്തിൽ നമുക്കൊരു പ്രയാസം നേരിടുന്നു എന്നുണ്ടെങ്കിൽ നമ്മള് എന്താണോ നമുക്ക് ഉള്ള കാര്യത്തിൽ ഗ്രേറ്റ്ഫുൾ ആയിരുന്നു കഴിഞ്ഞാല് നമുക്ക് അതിലും അബണ്ടൻസ് ഫീൽ ചെയ്യാൻ പറ്റും. അത് ആ ഒരു ആ ലോ വൈബ്രേഷനിൽ നിന്ന് ഹൈ വൈബ്രേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് ഏതൊരു കാര്യത്തിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നത്. അത് വർക്ക്സിന്റെ കാര്യത്തിലാവുമ്പോൾ കൂടുതൽ അതിലേക്ക് നമ്മൾ ഹയർ പൊസിഷന് കിട്ടാനും ഹയർ രീതിയിലേക്ക് നമ്മൾക്ക് റെക്കഗ്നേഷൻ കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ വീട്ടിലുള്ള ആരാണോ നമുക്ക് പണവുമായി ബന്ധപ്പെട്ട ചെലവുകളും കാര്യങ്ങളും നടത്തുന്നതെങ്കിൽ അവരുടെ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ രാവിലെ ഓഫീസിൽ പോയി കഴിഞ്ഞാല് ഓഫീസിലുള്ള ഓരോരോ കാര്യങ്ങൾ, ഇപ്പൊ ഓഫീസിൽ നമ്മൾ ഇരിക്കുന്ന ചെയർ ആയിക്കോട്ടെ, ഓഫീസിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ലാപ്ടോപ്പിനായിക്കോട്ടെ, നമ്മളെ ട്രേഡിങ്ങിനും കാര്യങ്ങളൊക്കെ നടത്തുന്ന, അതിപ്പോ എന്ത് കാര്യം ബിസിനസ് ചെയ്യുമ്പോൾ ബിസിനസ്സിന് അതിന്റെ സ്റ്റാഫ്സുകൾ ഉണ്ടാവാം, പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന മറ്റ് എല്ലാ വ്യക്തികൾക്കും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. സക്സസ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഏറ്റവും ബെസ്റ്റ് സീക്രട്ട് എന്ന് പറയുന്നത് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ഫോം ചെയ്തിട്ടുള്ള ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് അവർക്ക് ഉണ്ടാവണം. എന്നാലാണ് അതിൽ നമുക്ക് അബണ്ടൻസ് ഫീൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. പിന്നെ നമ്മള് ഈ പ്രാക്ടീസ് എങ്ങനെയാ ചെയ്യുന്നത് എന്ന് വെച്ചാല് ഒരു ഇൻവിസിബിൾ മാനേജർ നമ്മളിപ്പോ ദ മാജിക് എന്ന് പറഞ്ഞ ബുക്കിൽ പറയുന്നത്, ഒരു ഇൻവിസിബിൾ മാനേജർ നമ്മളെ കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ, എന്നിട്ട് നമ്മളിങ്ങനെ ഓരോന്നിനോട് ഇങ്ങനെ നന്ദി പറയുന്ന ഒരു അവസ്ഥയിൽ, അതായത് നമ്മൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്ത് കാര്യത്തിനും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ഓരോ എളുപ്പത്തിനും നമുക്ക് ഉണ്ടാകുന്ന ഓരോരോ കാര്യത്തിനും, ഇപ്പോ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൽ ഉണ്ടായിരുന്ന ചുറ്റുള്ള ആളുകളും അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒക്കെ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കാണ് കൂടുതൽ മണിയുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ട വർക്കല്ല ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ട വർക്കല്ല ചെയ്യുന്നതെങ്കിലും ആ ഇഷ്ടപ്പെടാത്ത വർക്കിൽ നിങ്ങൾ ഇങ്ങനെ പരാതി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ വർക്കും കൂടി നഷ്ടപ്പെടാനാണ് സാധ്യത ഉണ്ടാവുക. അതിനു പകരം ഏത് വർക്കാണ് ചെയ്യുന്നതെങ്കിലും അതിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ, അതില് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടാവുമല്ലോ, ചെയ്യുന്ന കാര്യം അതെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. ജോലി ഇല്ലാത്തവരുണ്ട്, അപ്പൊ ആ ജോലിയിൽ ഹയർ പൊസിഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉള്ള ജോലിയിൽ ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ്. അപ്പോ ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഫസ്റ്റ് ഡേ വണ്ണിൽ പറഞ്ഞിരുന്നു നമ്മൾ കണ്ണിൽ കണ്ടതിനോടൊക്കെ ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളത്. അത് നമ്മൾ ജോലിയിൽ പോയിരിക്കുമ്പോൾ ജോലിയിൽ സ്ട്രെസ് അനുഭവിക്കുകയാണെങ്കിലും ആ ജോലി ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഒരുപാട് പേര് നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും നമുക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ആ ജോലിയിൽ പരാതിയും പരിഭവവും കുറ്റപ്പെടുത്തലുകളും ഇല്ലാതെ നമ്മൾ ഉള്ളതിൽ ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അത് ഡേ 6 പ്രാക്ടീസ് വർക്ക്സ് ലൈക്ക്. അതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് സിംഗിൾ ലൈൻ ആയിട്ട്, അതായത് സിംഗിൾ ആയിട്ട് എഴുതിയാൽ മതി. ഒരു സിംഗിൾ ലൈൻ ആയിട്ട് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ എന്താണ് വാട്ട്, എന്തിനാണ് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവേണ്ടത് എന്നുള്ളത്. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ
ഫോർ എൻ്റെ ജോലി വളരെ എളുപ്പമാക്കി തരുന്നു, ഈസിനെസ്, ജോലിയിലുള്ള ഈസിനെസ്. അതുപോലെ നമ്മളുള്ള ഓരോ സ്റ്റാഫിന് വേണ്ടിയിട്ട് നമ്മൾ നന്ദി പറയും. അതല്ലാതെ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നതോട് നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞിട്ടും അവരോട് ഇങ്ങനെ പരാതി പറഞ്ഞ് കുറ്റം പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ജോലിയിൽ എപ്പോഴും ആ ജോലിയിൽ നിന്ന് ഹയർ ആയതൊന്നും നിങ്ങൾക്ക് കിട്ടൂല എന്നുള്ളതാണ്. ആ ജോലിനേക്കാൾ താഴ്ന്നതിലേക്ക് നിങ്ങൾ പോവാന്നല്ലാതെ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ജോലി നമ്മൾക്ക് എപ്പോഴും സീക്ക് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങളുള്ള ജോലിയിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും ഗ്രേറ്റ്ഫുൾ ആയിരുന്നു കഴിഞ്ഞാലാണ് നമുക്ക് ആ ജോലിയിൽ അബണ്ടൻസ് ഫീൽ ചെയ്യാൻ പറ്റുക. ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ആ പണത്തിന് അബണ്ടൻസ് ഫീൽ ചെയ്യാൻ പറ്റുക. ആ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചായിരിക്കും നമ്മളെ വീട്ടിലെ ആളുകളെ അവരെ സംരക്ഷിക്കുന്നതും നമ്മളെ പരിചരണം നടത്തുന്നതും നമ്മളെ ബാക്കിയുള്ളവരെ സഹായിക്കുന്നതും എന്ത് കാര്യം ആയിക്കോട്ടെ നമ്മളെ ദിനചര്യങ്ങൾ പോലും നടത്തുന്നത് ചിലപ്പോൾ ആ ജോലി മുഖേന ആയിരിക്കാം. അപ്പോ ആ ജോലിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നിരന്തരം ആ ജോലിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മെന്റാലിറ്റി അതാണ് നിങ്ങളുടെ ചിന്തയിൽ എപ്പോഴും ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ ചിന്ത മാറ്റിക്കൊണ്ട് നിങ്ങൾ ഉള്ള ജോലിയിൽ ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളത്. അത് എഴുതുമ്പോൾ സിംഗിൾ ലൈനാക്കി തന്നെ എഴുതുക. അതായത് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട്, അതായത് എന്തിനാണോ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുന്നത് അതിനെക്കുറിച്ച് സിംഗിൾ ലൈനിൽ ഇങ്ങനെ എഴുതിയിട്ട് ഒരു 10 ഗ്രാറ്റിറ്റ്യൂഡ് ഇന്ന് നമ്മൾ വർക്കിന് വേണ്ടിയിട്ട് എഴുതുക. വർക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും ഇവൻച്വലി നമ്മൾ വർക്കിന് ഉപയോഗിക്കുന്ന യൂണിഫോമിന് പോലും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വർക്ക് കാരണം നമുക്ക് ഒരു പുതിയ ക്ലയൻസ് വരണം, അത് ക്വാളിറ്റി ഉള്ള ക്ലയൻസ് വരണം, അതിൽ പുതിയ കസ്റ്റമേഴ്സ് വരണം, എന്താ ക്വാളിറ്റി ഉള്ള കസ്റ്റമേഴ്സ് വരണം. പിന്നെ നമ്മളെ വർക്കുമായി ബന്ധപ്പെട്ട നമ്മളെ ഓഫീസ് ഒന്നുകൂടി എന്താ ഇനാഗുറേഷൻ ചെയ്യണം. അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിക്കൊണ്ട് നിങ്ങൾ ആ വർക്കിൽ ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ് ഡേ 6 പ്രാക്ടീസ്. അപ്പോൾ എല്ലാവരും ഈ 28 ഡേയ്സ് ഫോളോ അപ്പ് ചെയ്ത് വളരെ കൃത്യമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് അബണ്ടൻസ് ഫീൽ ചെയ്യാൻ നമുക്ക് പറ്റും. ഇപ്പോൾ കടം നേരിടുന്ന ആളുകള്, അതുപോലെ എന്താ പണവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് കിട്ടേണ്ട ക്യാഷ് കിട്ടാതിരിക്കുക, അതല്ലെങ്കിൽ കൊടുക്കാൻ പറ്റാതിരിക്കുക, ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ഉള്ള ധനത്തിന് അൺഗ്രേറ്റ്ഫുൾ ആയതുകൊണ്ടാണ് അവരിലേക്ക് പണം വരാത്തത്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണത്തിന് കുറച്ച് റൂൾസുകൾ ഉണ്ട്. പണവുമായുള്ള ബന്ധം നമ്മൾ നിലനിർത്തണം. അത് വീണ്ടും നമ്മളിലേക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ, നമ്മൾ കൊടുത്ത പണം തിരിച്ച് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോട് കാണിക്കേണ്ട ഒരു മെത്തേഡ് ഉണ്ട്, ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, മണി റിലേഷൻഷിപ്പ്. അതവിടെ ക്ലിയർ ചെയ്താൽ മതി. അതുപോലെ നമ്മൾ ഉള്ളിലെ മണിയുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് ചിന്തകളെ, നെഗറ്റീവ് ബ്ലോക്കുകളെ, അതിനെ നമ്മൾ ക്ലിയർ ചെയ്താൽ മാത്രമാണ് നമ്മളിലേക്ക് പണം വരുള്ളൂ. അതല്ലാതെ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് ആവശ്യമുള്ള പണം നമ്മളിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രാക്ടീസ് എന്തായാലും ചെയ്യണം. അതുകൊണ്ട് ആ ഇന്നലത്തെ പ്രാക്ടീസിന്റെ ഇമ്പോർട്ടന്റ് പോലെ തന്നെ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ആണ് ഇന്നത്തെ പ്രാക്ടീസ്. അപ്പൊ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളത്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്.